അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരിക്കലും ആരുടെ മുമ്പിലും കൈ നീട്ടരുത്. തൻ്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ അപ്പോഴാണ് ഉസ്താദിന് ഓർമ്മ വന്നത്. നാട്ടിലേക്ക് വിളിച്ചപ്പോൾ തൻ്റെ ഭാര്യ സീനത്ത് അത്യാവശ്യമായി കുറച്ച് ക്യാഷ് അയച്ചു തരുവാൻ വേണ്ടിയും ആവശ്യപ്പെടുന്നു. അവൾക്ക് പഠിക്കാൻ ഫീസ് അടക്കണമത്രേ. പക്ഷേ വന്ന് 4-5 ദിവസം ആയി എന്നല്ലാതെ കാര്യമായിട്ടൊരു ജോലിയൊന്നും ആയിട്ടുമില്ല. അതെ, അറബി വീട്ടിലാണ്. എന്തൊക്കെ തന്നെയാലും 28 ദിവസമെങ്കിലും ആവുമല്ലോ ഫസ്റ്റ് സാലറി കിട്ടണമെങ്കിൽ. പക്ഷേ കാര്യമായിട്ട് ജോലി എനിക്കൊന്നുമില്ല. രാവിലെ വാഹനങ്ങളൊക്കെ ഒന്ന് കഴുകിയിടണം, അത്രയൊക്കെ തന്നെ. ബാക്കിയൊക്കെ ഫിലിപ്പൈൻസ് പെണ്ണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ഭാഗത്തേക്കൊന്നും പിന്നെ പ്രവേശനവും ഇല്ല. അറിയില്ല എന്താണെന്ന്. പക്ഷേ ഡ്രൈവിംഗ് പഠിക്കുവാൻ വേണ്ടിയിട്ട് അറബി താല്പര്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എന്നെ ഡ്രൈവിംഗ് സ്കൂളിലും ചേർത്ത് ലേണിംഗ് എല്ലാം കഴിഞ്ഞ് ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നെനിക്കറിയുന്നില്ല. പക്ഷേ ക്യാഷ് അത് അത്യാവശ്യമായിട്ടാണ്. അവൾ തൻ്റെ ഭാര്യയുടെ മെസ്സേജ് വീണ്ടും വരുന്നു. അവനത് പ്ലേ ചെയ്ത് നോക്കി. ഇക്ക, എന്തായി ക്യാഷിൻ്റെ കാര്യം? അതെ, അത്യാവശ്യമായിട്ട് കുറച്ച് അയച്ചു തരണം കേട്ടോ. ഉസ്താദ് അത് കേട്ട് ഒന്നും റീപ്ലൈ കൊടുക്കാതെ അതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അല്ലാ, എന്താ ഞാൻ ചെയ്യുക? ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ പെട്ടെന്നാണ് ഫിലിപ്പൈൻസ് യുവതിയെക്കുറിച്ച് ഓർത്തത്. സുലൈഖ നല്ല സ്നേഹമുള്ള ഒരു യുവതിയാണ്. പെങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ അവരെ കാണുന്നത്. എപ്പോഴും തന്നോട് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. എനിക്ക് അവരോടൊന്നും ചോദിക്കുവാനോ പറയുവാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ കാര്യമായിട്ട് ഭാഷ അതൊരു വിഷയം തന്നെയാണ്. ഇനി ഇവിടെ നിന്നങ്ങ് ശീലമാണം. എങ്കിലും അവരോരോ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കേട്ട് എനിക്ക് കുറേയൊക്കെ അങ്ങ് ഇനിയിപ്പോൾ അവരോട് കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കാൻ അതൊരു മടിയും തോന്നുന്നു. തലേ ദിവസം ഓർത്ത കാര്യം അവരോട് ചോദിച്ചാൽ തരാതിരിക്കില്ല. പക്ഷേ കഴിയുന്നില്ല. പടച്ചോനെ, തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം പോകുന്ന പോലെയാണ് ഒരാളുടെ മുമ്പിൽ കൈനീട്ടുക എന്നത്. കടമായാലും എന്തൊക്കെ തന്നെയാലും കഴിയുന്നില്ലല്ലാ. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. സന്തോഷത്തോടെ ആരെങ്കിലും തരുന്ന് വാങ്ങുമെന്നല്ലാതെ ഒരാളുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല. എൻ്റെ ഉമ്മ എന്നോട് എപ്പോഴും പറയുന്ന ഒരു വാക്ക്, പൊന്നുമോനെ ഷെഫി, നമ്മൾ അത്ര അധ്വാനിച്ച് ജീവിക്കുകയാണെങ്കിലും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടരുത്. അതിനുള്ള വിധി പടച്ചു നമുക്ക് തരാതിരിക്കട്ടെ. കാരണം എൻ്റെ ബാപ്പ അന്നെ അധ്വാനിച്ചാണ് വളർത്തിയത്, നമ്മളൊക്കെ നല്ല രീതിയിൽ. പക്ഷേ പെട്ടെന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. പിന്നീട് ഉമ്മ അയൽ വീടുകളിൽ ജോലിക്ക് പോയിട്ട് പകലന്തിയോളം കഷ്ടപ്പെട്ട് ആ ഒരു ക്യാഷ് കൊണ്ടാണ് എൻ്റെ പൊന്നുമോനെ പോറ്റി വളർത്തിയത്. ഏകദേശം മദ്രസ കഴിയുന്നതിന് കൂടി ദർസിലേക്ക് ആക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഉമ്മയുടെ ആഗ്രഹം അതായിരുന്നു, ഇപ്പാൻ്റെ കബറും പുറത്തുനിന്ന് പോയിട്ട് ദുആ ചെയ്യണം, ഉപ്പാക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. അതായിരുന്നു എപ്പോഴും ഉമ്മ തന്നോട് പറഞ്ഞിരുന്നതും. പൊന്നുമോൻ ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത്, ആ ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ നമുക്ക് കണ്ടറിഞ്ഞിങ്ങോട്ട് തരും. അങ്ങനെയാണ്. ക്ഷമിക്കണം. ഏത് പ്രതിസന്ധിയിലും നമ്മൾ ക്ഷമിക്കണം. പടച്ച റബ്ബിനോട് പറഞ്ഞാൽ മാത്രം മതി. വേറൊരാളുടെ മുമ്പിലും എൻ്റെ കുട്ടി കൈ നീട്ടാനുള്ള അവസരം എൻ്റെ കുട്ടിക്ക് ഉണ്ടാവരുത്. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ചെവിയിലങ്ങനെ മുഴങ്ങുന്നു. ഫോൺ തുറന്നാൽ ഭാര്യയുടെ വോയിസ്. ഇക്ക, ഇപ്പോഴും അയച്ചില്ലേ? ക്യാഷ് അടക്കാനായി ഫൈൻ അടക്കേണ്ടി വരും കേട്ടോ. എന്താണിത് ഇത്ര ലാഗാവുന്നത്? സ്നേഹത്തോടെ കൊഞ്ചലോടെ അവൾ പറയുന്ന ആ ഒരു വാക്കുകൾ അത് കേൾക്കാതിരിക്കാനും വയ്യ. അല്ലാ, ഞാൻ എന്ത് ചെയ്യും? ഉസ്താദ് ഒരു നിമിഷം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. പഠിച്ചോനെ, എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കൊണ്ടല്ലോ. അറബിയുടെ വീട്ടിലെത്തിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ക്യാഷിന് ആവശ്യപ്പെടുന്ന ഒരിക്കലും ശരിയല്ല. എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എങ്കിലും അവരുടെ കാരുണ്യം കൊണ്ടാണ് അവരെന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിയതും പഠിപ്പിക്കുന്നതൊക്കെ. അല്ലാ, ടെസ്റ്റ് അത് പെട്ടെന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് പഠിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ. എനിക്ക് വേണ്ടി അറബി ഇത്രയധികം ചെയ്ത സ്ഥിതിക്ക് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന് നന്ദികേട് കാണിക്കുന്നത് ശരിയല്ല. അന്നും ഉസ്താദ് വാഹനം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുലൈഖ എന്ന ഫിലിപ്പൈൻസ് പെണ്ണ് അങ്ങോട്ട് വന്നത്. യാ ഷെഫീഖ്,
സ്നേഹത്തോടെയുള്ള അവരുടെ ആ വിളി കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സമാധാനമാണ്. ശരിയാണ്, വേറെ ഏതോ രാജ്യക്കാരിയാണ്, വേറെ ഭാഷ സംസാരിക്കുന്നവരാണ്, എങ്കിലും തന്നോട് ഒരു ദയവായ്പ് ഉള്ളതായിട്ട് ഉസ്താദിന് അനുഭവപ്പെടുന്നു. ഷെഫീഖ്, ഡ്രൈവിങ്ങിന് പോകാൻ സമയമായിട്ടില്ലേ? വാഹനങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ഉസ്താദ് അതിനു വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് അതാ ഭക്ഷണവും കഴിക്കുന്നു. അവരുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നിപ്പോയി. യാ അല്ലാ, നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി കുറച്ച് ക്യാഷ് അയക്കാൻ, അവളുടെ ഫീസ് അടക്കാൻ, അത് പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക, കഴിയുന്നില്ല. പെട്ടെന്ന് അതാ ഷെഫി ഉസ്താദ് രണ്ടും കൽപ്പിച്ച് അതാ അവരെ വിളിക്കുന്നു. യാ ഉഖ്തി, പതിഞ്ഞ സ്വരത്തിൽ ഉസ്താദ് അത് പതുക്കെ വിളിക്കുന്നു. എന്തൊക്കെയോ ആയിപ്പോയി പഠിച്ചോനെ, ഇതുവരെ അങ്ങനെ വിളിക്കേണ്ടി വന്നിട്ടില്ല ഒരു പെണ്ണിനെയും. പക്ഷേ ഇത് അത്യാവശ്യമായിട്ട് എനിക്ക് അല്ലാ. യാ ഷെഫീഖ്. സന്തോഷത്തോടെ അവർ തിരിഞ്ഞു വരുന്നു. തൻ്റെ സഹോദരൻ വിളിച്ച പോലെ ഫിലിപ്പീൻസ് പെണ്ണിനെ തോന്നിയത് കൊണ്ട് തന്നെ യാ ഉഖ്തി എന്നുള്ള ആ ഒരു വാക്ക് ശരിക്കും ഫിലിപ്പീൻസ് പെണ്ണിൻ്റെ മനസ്സിനുള്ളിൽ വല്ലാതെ അങ്ങ് പതിഞ്ഞു. സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി ചിരിച്ചുകൊണ്ട് അതാ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വരുന്നു. യാ ഷെഫീഖ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്താ എന്നെ വിളിച്ചത്? സത്യം പറഞ്ഞാൽ അവരുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം ആ മുഖത്ത് കാണാമായിരുന്നു. ഭയത്തോടെ ഷെഫി ഉസ്താദ് അവരെ നോക്കി. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഫിലിപ്പീൻസ് പെണ്ണിൻ്റെ മുഖം, അത് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. തൻ്റെ പെങ്ങളുടെ സ്ഥാനം, അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല. തനിക്ക് എൻ്റെ പെങ്ങളെപ്പോലെ തന്നെയാണ് തോന്നിയത്. യാഹ്തേ ഷെഫീഖ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത്? എന്തും എന്നെക്കൊണ്ട് കഴിയുന്നതായിട്ട്. പക്ഷെ ക്യാഷിൻ്റെ കാര്യം, അത് വളരെ തുച്ഛമായ ശമ്പളത്തിലായിരിക്കും ഒരു പക്ഷേ അവർ അവിടെ ജോലിക്ക് വേണ്ടി നിൽക്കുന്നത്. ഞാൻ കുറച്ച് ക്യാഷ് ആവശ്യപ്പെട്ടാൽ അതൊരു പക്ഷേ അവർക്ക് വല്ലാത്ത വിഷമം സൃഷ്ടിക്കും. ഒരു പക്ഷേ തരാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, കഴിഞ്ഞില്ലെങ്കിൽ മോശമല്ലേ അതൊക്കെ എന്ന് കരുതിയിട്ട് ഉസ്താദ് വെറുതെ വിളിച്ചതാണ് എന്ന് പറഞ്ഞു. എന്താ ഷെഫീഖ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഒരു മടിയും കാണിക്കണ്ട കേട്ടോ. ഫിലിപ്പീൻസ് പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഒരു 15,000 രൂപയെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നാട്ടിലേക്കൊന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്ത പ്രാവശ്യം അർബാവ് സാലറി തരുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് അതിൽ നിന്ന് കൊടുക്കും. അതല്ല, പിന്നെയും അടുത്ത പ്രാവശ്യമാണ് തരുന്നതെങ്കിൽ അതിൽ നിന്ന് കൊടുക്കും. അല്ലാതെ ഒരിക്കലും കടക്കാരനായിട്ട് ഞാൻ തിരിച്ചു പോവില്ല. എന്തെങ്കിലും ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്ത് ഞാനിത് കണ്ടെത്തും എന്ന് ഷെഫി ഉസ്താദിന് മനസ്സിൽ തോന്നിത്തുടങ്ങി. നാട്ടിൽ ആ ദിവസം ഉമ്മ എന്നും മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ദിവസവും അങ്ങനെ തന്നെ. റബ്ബേ, എൻ്റെ കുട്ടിക്ക് ആരുമില്ലല്ല, എൻ്റെ കുട്ടിക്ക് ദയുള്ളവരെ നീ ഇറക്കി കൊടുക്കല്ല. ഏത് അറബിയുടെ വീട്ടിലാണെങ്കിലും അവർക്കൊക്കെ എൻ്റെ പൊന്നു മോനോട് ദയോടെ പെരുമാറുവാനുള്ള മനസ്സ് നീ കൊടുക്കല്ല. കാരണം ഒരുപാട് കേട്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ട് അറബി വീട്ടിൽ പണിയെടുക്കുന്ന ഒരുപാട് ആളുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാലും അതാ അവസാനമായി വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും മുറ്റത്ത് മണൽ കൊണ്ടുവന്നിടുവാനും അങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്ന എത്രയോ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ജോലിയെല്ലാം തീർത്തു കഴിഞ്ഞാലും അറബിക്ക് വീട്ടിൽ ജോലിക്കുള്ള ആൾ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കൽപ്പിക്കുമത്രേ, അത് കൊണ്ടുവന്ന് ഇവിടെ ഇടൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് നീക്കം ചെയ്യൂ, അങ്ങനെയൊക്കെ പറഞ്ഞ്. പാവം, എത്ര കഷ്ടപ്പാടായിരിക്കും. ആ ഉമ്മ അതോർത്ത് കരഞ്ഞു. റബ്ബേ, എൻ്റെ കുട്ടിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നല്ല. പഠിച്ചോനെ, നല്ല അറബികളും ചീത്ത അറബികളും ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ചില കാട്ടറബികളുടെ കയ്യിൽ പെട്ടാൽ പിന്നെ രക്ഷയില്ലാത്രേ. പാവം, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഒരുപാട് ദിവസം കഴിയേണ്ടി വരും അത്രേ. പക്ഷേ ഇത് ദയുള്ള അറബിയാണെന്ന് തോന്നുന്നു. ഇപ്പോഴിതാ ലൈസൻസിന് വേണ്ടി കൊടുത്തു. എൻ്റെ കുട്ടിയെ അവിടുത്തെ ഡ്രൈവറാക്കാനായിരിക്കും. എൻ്റെ പൊന്നുമോൻ ഇവിടുത്തെ ഒരു മികച്ച ഡ്രൈവറായിരുന്നു. ശരിയാണ്, എൻ്റെ കുട്ടി കാർ ഓടിക്കും, ബൈക്ക് ഓടിക്കും. പക്ഷെ കാർ ഞങ്ങൾക്ക് ഇല്ല. എങ്കിലും അവൻ അത്യാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് കൂട്ടുകാരുടേതൊക്കെ ഓടിക്കാറുണ്ട്. പക്ഷേ
അതൊക്കെ ഓക്കെ, അവിടുത്തെ തികച്ചും വ്യത്യസ്തമാണല്ലോ, അതുകൊണ്ട് അവിടുത്തെ പഠിച്ചു ഒഴിക്കുക തന്നെ വേണം. അല്ലാ നീ കാക്ക്. എന്നാൽ തൻ്റെ മരുമകളുടെ കാര്യത്തിൽ ഉമ്മാക്ക് അപ്പോഴും വിഷമാണ്. ഒരു ദിവസം പോലും നേരത്തെ, പ്രത്യേകിച്ച് ഷെഫി ഉസ്താദ് പോയതിനു ശേഷം അവൾ നേരത്തെ ഉണരുന്നില്ല. പലപ്പോഴും 8 മണി, 8:30, 9 എന്നുള്ള രീതിയിൽ അവൾ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വരുമ്പോൾ ആ ഉമ്മ കരയാറുണ്ടായിരുന്നു. രാവിലെ ചായയും കടിയും എല്ലാം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അവൾ എണീറ്റ് വരും എന്ന് കരുതും. വിളിച്ചാൽ പറ്റില്ലല്ലോ, രാത്രി ഏതായാലും ഉറക്കില്ല, പകല് അതും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അവനോട് വിളിച്ചു പറഞ്ഞാൽ അതും എനിക്ക് കേട്. അതൊന്നും അവരെ ഒന്നും ശല്യപ്പെടുത്താതെ രാവിലത്തെ ചായയും കടിയും എല്ലാം ഉണ്ടാക്കി വെച്ച് ഉമ്മ മുറ്റമടിക്കുവാൻ ഇറങ്ങും. പലരും അത് കണ്ട് ചോദിക്കും, മരുമകൾ എവിടെ? മരുമകളില്ലേ? ഉമ്മ പല രീതിയിലും മരുമകളെ കുറ്റപ്പെടുത്തരുത് എന്ന് വിചാരിച്ചുകൊണ്ട് പറയും, അവളവിടെ ഉണ്ട്, അകത്ത് ഒരു പണിയിലാണ്, പിന്നെ മുറ്റടിക്കാൻ അതെനിക്കൊരു ഇഷ്ടമായിട്ട് ഞാൻ അടിക്കുകയാണ്. അങ്ങനെ ആ ഉമ്മ മരുമകളെ എപ്പോഴും രക്ഷിക്കാൻ ശ്രമിക്കുക പതിവായിരുന്നു. എങ്ങനെയെങ്കിലും വേണ്ടില്ല, പഠിച്ചവനെ പിടിച്ചു നിന്നോട്ടെ, എൻ്റെ കുട്ടി കെട്ടിക്കൊണ്ടുവന്നല്ലേ എത്രയായാലും, അതോളെ സ്വഭാവമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ മാറിക്കോളും. എൻ്റെ പൊന്നുമോൻ ഒന്ന് പോയി വരട്ടെ, ഇൻഷാ അല്ലാ വേഗം ഒരു കുട്ടിയൊക്കെ ആവട്ടെ എന്നെങ്കിലേ എനിക്ക് സമാധാനമുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് അവിടെ റാഹത്തോടു കൂടിയുള്ള ജീവിതം, ക്യാഷൊക്കെ നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ റബ്ബേ മരുമകളെ പറഞ്ഞേക്കണം ഓൻ്റെ അടുത്തേക്ക്. അതാണ് എൻ്റെ ആഗ്രഹം. ആ ഉമ്മ അതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. ആ ഉമ്മക്ക് ഇഷ്ടമല്ലായിരുന്നു തൻ്റെ മരുമകളും മകനും വേർപെട്ട് ജീവിക്കുന്നത്. അവർ ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോഴാണ് എൻ്റെ മനസ്സ് നിറയുക. ഒരിക്കലും ഒരാളെയും ഒറ്റപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഭർത്താവ് ചെറുപ്പത്തിലെ എനിക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ പൊന്നുമോൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിട പറഞ്ഞു പോയപ്പോൾ എനിക്കറിയാമായിരുന്നു അതിൻ്റെ വേദന. എൻ്റെ പൊന്നുമോനെ നോക്കി വളർത്തുമ്പോൾ അവൻ്റെ ഉപ്പ ഒരു നിമിഷം വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അദ്ദേഹത്തെ ഒന്ന് സങ്കടങ്ങളെല്ലാം പറയാൻ കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പലതവണ വിചാരിച്ചതാണ്. അല്ലാ നഷ്ടപ്പെട്ടു പോയില്ലേ, നീ കൊണ്ടുപോയില്ലേ, ഞങ്ങളൊക്കെ തനിച്ചാക്കിയിട്ട് പലവട്ടം ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബേ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയപ്പോൾ ഞങ്ങളെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടായിരുന്നോ? ഞാനും എൻ്റെ കുട്ടിയും ഇവിടെ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും എന്നങ്ങനെ ആ ഉമ്മ പലവട്ടം ദുആ ചെയ്തിട്ടുണ്ട്. പഠിച്ച റബ്ബിനോട് എങ്കിലും ക്ഷമിച്ച് ജീവിച്ചു. അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹ് ക്ഷമ നൽക്, എനിക്കൊരു കുഞ്ഞുമോൻ വളർന്നു വരുന്നുണ്ട്, ഈ പൊന്നുമോനെ എനിക്കൊരു സ്വാലിഹായ മോനാക്കി മാറ്റണം. അള്ളാഹ് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മോനാക്കി മാറ്റണം. അന്ന് ഉമ്മ നിരന്തരം ദുആ ചെയ്യുമായിരുന്നു. അന്നത്തെ ആ വേദന, വിഷമങ്ങൾ, എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ ഒരാളോട്, അയൽവാസികളോട് പോയി ചോദിക്കേണ്ട ഒരവസ്ഥ, എല്ലാവരെയും കാല് പിടിക്കേണ്ട ഒരവസ്ഥ. പഠിച്ചോനെ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്. എങ്കിലും ഞാൻ അതെല്ലാം ക്ഷമിച്ച് നിൽക്കും. പല ദിവസങ്ങളിൽ പെരുന്നാൾ വരുമ്പോൾ ഒരു പുത്തൻ കുപ്പായം ഇടാതെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് വേദനിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഞാനായിട്ട് ഒടുവിൽ ഇറങ്ങി തിരിച്ചു വീട്ടുജോലി ചെയ്യുവാനും പുറത്തെ ജോലികൾക്ക് ചെയ്യുവാനും വേണ്ടിയിട്ട്. അന്ന് ഞാൻ കരുതിയതാണ്, പഠിച്ചവനെ അല്ലാ ഒരാളെയും ഭാര്യയും ഭർത്താവിനെ നീ വേർപ്പെടുത്തി ജീവിപ്പിക്കല്ലേ അല്ലാ, അവർ മരിക്കോളം ഒരുമിച്ച് ജീവിക്കണം എന്നൊന്നും മക്കളുടെ കൂടെ ആയുസ്സോടു കൂടി ആരോഗ്യത്തോടു കൂടി ഞാൻ അന്നേ ആഗ്രഹിച്ചതാണ്. പഠിച്ചോനെ എൻ്റെ കുട്ടിക്കൊരു പെണ്ണ് കിട്ടുകയാണെങ്കിൽ റബ്ബേ എന്നും എൻ്റെ കുട്ടിയും അവളും ഒരുമിച്ച് ജീവിക്കട്ടെ, മരിക്കോളം നല്ല രീതിയിൽ, അല്ലാതെ അവർ വേർപെട്ട് ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ലാ. ആ നിമിഷവും ഉമ്മ അത് കരുതി. ഉമ്മ വിചാരിക്കുന്നു എങ്കിലെങ്കിലും എൻ്റെ ഷെഫിമോന് ഒരു വിസയൊക്കെ റെഡിയായിട്ട് അവിടെയൊക്കെ നല്ല ജോലിയും സാലറിയൊക്കെ കിട്ടുകയാണ്. റബ്ബേ ഞാനിവിടെ ഒറ്റയ്ക്ക് ജീവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എൻ്റെ മരുമകളെ അവൻ്റെ അടുക്കലേക്ക് വിടണം, അവർ സുഖത്തോട് സന്തോഷത്തോട് സമാധാനത്തോടു കൂടി ജീവിക്കണം. അതാണ് അല്ലാഹ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ നേരം വൈകി എഴുന്നേറ്റ് വരുമ്പോഴും ഉമ്മ ഒന്നും പറയാറില്ല. പക്ഷേ ആ ദിവസം ഉമ്മ അത് അവളോട് പറഞ്ഞു. അവൾക്ക് ഭക്ഷണം ടേബിളിൽ ഉമ്മ വെച്ചിട്ടുണ്ടാകും. അത് കഴിക്കുന്നതിനിടയിൽ
ഉമ്മ പറയുന്നു. മോളെ സീനത്തെ, മോളെ മോളോടൊരു കാര്യം പറഞ്ഞാൽ ഉമ്മയോട് ദേഷ്യം ഉണ്ടാവോ? എന്ത് കാര്യം മോളെ? പൊന്നു മോളെ, എനിക്ക് വല്ലാത്ത വേദന ഉള്ളൊരു സംഭവമാണ് മോളെ. നിങ്ങൾ എന്താ പറയണതെന്ന് തെളിയിച്ച് പറഞ്ഞാണേ. പൊന്നു മോളെ, മൻ്റെ കുട്ടി, എൻ്റെ പൊന്നു മോളെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. മൻ്റെ കുട്ടി സുബഹി നിസ്കരിക്കണം കേട്ടോ. സുബഹി നിസ്കരിച്ച് കിടന്നാലും വേണ്ടിയില്ല. പിന്നെ സുബഹി നിസ്കരിച്ച് കിടക്കാൻ നമ്മൾ ഷെഫിമോൻ സമ്മതിക്കാറില്ല. അത് നമ്മളെ ജീവിതത്തിലെ ബർക്കത്ത് എടുത്ത് പോകുന്ന. അതുകൊണ്ട് സുബഹി നിസ്കരിച്ച് കഴിഞ്ഞാൽ സൂര്യ ഉദിക്കണ വരെ കിടക്കാൻ പാടില്ല. ആ സമയത്ത് ബർക്കത്ത് ഇറങ്ങുന്ന സമയമാണ് അത്. ആ സമയത്ത് കിടന്നുറങ്ങിയാൽ മോളെ ബർക്കത്ത് ഇല്ലാണ്ടായി പോവും. ബർക്കത്ത് ഇവിടെയാണ് ബർക്കത്ത്. ഈ ഒരു പൊട്ടിപ്പൊളിയ വീട്ടിൽ എന്ത് ബർക്കത്താണുള്ളത് മോളെ? അങ്ങനെ പറയല്ലേ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വീട് എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾക്കുള്ളതിനൊരു സംതൃപ്തി, സന്തോഷം, അതാണ് ബർക്കത്ത്. ഈ ഒരു സംതൃപ്തി ഇല്ലാത്ത ജീവിതം അതിവിടെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ബർക്കത്ത് നിങ്ങൾ കുറേ നിസ്കരിച്ച് ഓതിയിട്ടായിരിക്കും ഇത്ര വലിയ സൗകര്യവും വീടും ബർക്കത്തൊക്കെ ഇവിടെ ഇറങ്ങിയത്. കളിയാക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, മോളെ അങ്ങനെയല്ല, എൻ്റെ മോൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ അതൊരു സമാധാനമാണ്. പിന്നെ നിൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓനെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി 3-3:30 തഹജ്ജുദിന് എണ്ണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്ത് ഖുർആൻ പാരായണം ചെയ്ത് സുന്നത്തുകളും ഫർളൊക്കെ എടുത്ത് നടക്കുന്നൊരാളല്ലേ. അതുകൊണ്ട് അവൻ്റെ ഭാര്യയായ നീയെ ഒരു സുബഹി നിസ്കരിക്കാതിരുന്നാൽ അതൊരു സങ്കടമല്ല. എന്ത് സങ്കടം? പിന്നെ ഞാൻ നിസ്കരിക്കാത്തതൊക്കെ എങ്ങനെ അവിടെ അറിയണത്? മൂപ്പര് അവിടെ അല്ലേ, ഞാൻ ഇവിടെ അല്ലേ. നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട. ഏത് സമയം വന്നിരുന്നാലും പിന്നെ ഈ നിസ്കാരത്തിനെ കുറിച്ചേ പറയുള്ളൂ. മോളെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതല്ലല്ലോ നമ്മളെ ജീവിതം നാളെയല്ലേ. ഇതൊക്കെ വെറും താൽക്കാലിക ജീവിതമല്ലേ? താൽക്കാലികമൊന്നുമല്ല. ഇവിടെ അത്യാവശ്യം സുഖത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം പഠിച്ച് പൈസയും കാര്യങ്ങളൊക്കെ വേണം. ഒരുപാട് നിസ്കരിച്ച് ഓതിയതുകൊണ്ടേ ബർക്കത്തൊന്നും ഉണ്ടാവില്ല. കുറച്ച് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം, അങ്ങനെയെങ്കിൽ തന്നെ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇവിടെ മദ്രസത്തെ പണി 5000 രൂപ ശമ്പളം കൊണ്ട് എന്ത് ബർക്കത്ത് ഉണ്ടാവാനാ മോളെ? അത് പറയല്ലേ. ഏറ്റവും നല്ല ജോലി ദീന് പഠിപ്പിക്കലാണ്. അതായത് അള്ളാഹുവിൻ്റെ ദീന്, പരിശുദ്ധമാക്കപ്പെട്ട ദീന് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല ജോലി. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇപ്പോൾ എത്ര ഉഷാറിലിങ്ങനെ നിൽക്കണത്. മോനെ മോലിയരാക്കി ദർസിൽ പറഞ്ഞയച്ച് ഉസ്താദാക്കി പറഞ്ഞയച്ച്. എന്നിട്ടിപ്പോൾ എന്താ, ഒരു ബൈക്കുണ്ട് ഇവിടെ. ആ ബൈക്കും കൊണ്ടുപോയി വിറ്റു. ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ. ഉള്ള വർക്കത്തും പോയി കിട്ടിയില്ലേ. അതാണ് പറഞ്ഞത്. കുറച്ചൊക്കെ ഒരു തൻ്റെ ഇടം വേണം. ഇത് വെറും ഉസ്താദ് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞു നിന്നാലേ ഒന്നും ഉണ്ടാവില്ല. കുറച്ചൊക്കെ മാറി ഒന്ന് ചിന്തിക്കേണ്ട സമയമായിക്കണ് ഏത് ഉസ്താദുമാർക്കും. എത്രയോ ഉസ്താദുമാരുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയും പൈസ ഉണ്ടാക്കണത് ഓൺലൈനിലൂടെയും അങ്ങനെ ഇങ്ങനെയും മജ്ലിസും ഇതൊക്കെ നടത്തിയിട്ട്. ഇതിന് അങ്ങനത്തെ ഒരു ഇതുമില്ല മോളെ. നമ്മളിപ്പോൾ മദ്രസയിൽ പോയി പഠിപ്പിക്കണ മക്കളെ ഖുർആൻ ഓതി കൊടുക്കണ്, അതൊക്കെ തന്നെ 2-3 നേരം ആയില്ലേ മോളെ. നമുക്ക് നാളേക്കൊക്കെ ഉള്ളതും ആയില്ലേ. ക്യാഷ് പഠിച്ചാൽ ബർക്കത്ത് തരാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാഷ് എന്നല്ല, ഉള്ളതിൽ ബർക്കത്ത്, ഉള്ളതിൽ സംതൃപ്തി, സന്തോഷം, അതാണ് മതി. ഉപദേശം കേട്ടത് മതി. എനിക്കിതൊന്നും കേട്ട് മടുത്തു. ദയവായി നിങ്ങൾ നാളെ ഈ ഒരു വിഷയം എന്നോട് ഇവിടെ ചർച്ച ചെയ്യരുത് കേട്ടോ. ഉമ്മ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ആ കണ്ണുകൾ അവർ തോർത്തി എന്നല്ലാതെ. അല്ലാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓലക്കോല ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. പഠിച്ചോനെ, മക്കളോടൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ, മരുമക്കളോട് ഇങ്ങനെ പറയാൻ പറ്റൂല എന്ന് എനിക്കറിയില്ലായിരുന്നു. ഉമ്മ ഒന്നും മിണ്ടാതെ അലക്കുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട്. പാത്രം കഴുകലും മുറ്റമടിക്കലും എല്ലാം കഴിഞ്ഞു. ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞ് അവളതാ സിറ്റ് ഔട്ടിൽ പോയി കാറ്റ് കൊള്ളുന്നു, ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട്. സമയം ഏറെ വൈകുന്നു. സമയം അതാ ഉമ്മ അപ്പോഴേക്കും ചോറെടുപ്പത്തിട്ട് അത് ഊറ്റി മീൻ മുറിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. അകം ആകെ ഒരു കഥയായി നിൽക്കുകയാണ്. ഒന്ന് അടിച്ചു വാരിക്കൂടെ? ഉമ്മരല്ലേ, പൊടി പാറിയതും ഇല വീണതും ഒക്കെ അകത്തേക്കും എത്തിയിട്ടുണ്ട്. ഉമ്മ മീൻ മുറിക്കുവാണോ അതോ അകം അടിച്ചു വാരണോ എന്ന് കരുതി നിൽക്കുകയാണ്. മീൻ മുറിക്കാൻ നിന്നാൽ നേരെ ഇനിയും വൈകും. ആരെങ്കിലുമൊക്കെ കയറി വന്ന എന്തിനു നന്ന്. വേണ്ട, തൽക്കാലം മീൻ അവിടെ നിൽക്കട്ടെ. ഉമ്മ ചൂലെടുത്ത് അകമടിച്ചു വാരാനായിട്ട് അതാ അകത്തേക്ക് ചെല്ലുന്നു.
ഉമ്മ അകം അടിച്ചു വാരുന്നത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, അതെ ഞാൻ അടിച്ചു വരിക്കൊണ്ട് അവിടെ വെച്ചോളി, ഇനിയിപ്പോൾ അതും കൂടി അല്ലേ പണി എടുപ്പിച്ചു എന്ന് അതും മോനോട് പറഞ്ഞു കൊടുക്കും. ഇല്ല മോളെ, ഞാൻ ഒന്നും പറയാറില്ല. ഉമ്മ സങ്കടത്തോടെ അവിടെ വെക്കാനല്ല പറഞ്ഞത്. ചൂൽ അവൾ പിടിച്ചു വാങ്ങി നിലത്തിട്ടു. മോളെ അടിച്ചു വരാണെന്ന് അടിച്ചു വരിക്കോ, ഇനി അവിടെ വെക്കണ്ട. കാരണം ഉമ്മരെന്ന് അടിച്ചു വരാൻ ഞാൻ പിന്നെന്താ, ആരെങ്കിലും കയറി വന്നാൽ അല്ലെങ്കിൽ കൊണ്ടാ. ഞാൻ വേണ്ടെന്നല്ല പറഞ്ഞത്, ഞാൻ അടിച്ചു വരിക്കോളാം. അവൾ ചൂല് വാങ്ങി അവിടെ വെച്ച് വീണ്ടും ഫോണിൽ റീൽസ് കാണാൻ തുടങ്ങി. ഉമ്മാക്ക് അത് വല്ലാത്തൊരു വേദന സൃഷ്ടിച്ചു. മോളെ കൊണ്ട, ഞാൻ അടിച്ചു വരിക്കോളാം, മീൻ മുറിക്കാണ്ടത് കഴിഞ്ഞിട്ട്. നിങ്ങളിങ്ങനെ അഹങ്കാരം കാണിച്ചാൽ എങ്ങനെ എല്ലാം നിങ്ങൾക്ക് എടുക്കണം, എന്നിട്ട് പേര് പണിയെല്ലാം എടുക്കാൻ അയക്കണം, അങ്ങനെ എന്തൊക്കെയോ പേര് എൻ്റെ പേരിൽ വരും ചെയ്യും. അതിന് വേണ്ടിയിട്ടില്ല, നിങ്ങൾ ക്രെഡിറ്റ് നേടാനല്ലേ. ക്രെഡിറ്റോ? എന്ത് ക്രെഡിറ്റ് മോളെ? വേഗം പണി കഴിച്ചാൽ 10-11 മണിയാകുമ്പോഴേക്ക് കുളി കഴിച്ചാൽ ലുഹാ നിസ്കരിക്കാലോ നല്ല വൃത്തിയിൽ. അല്ലാതെ നിസ്കാരക്കാരി, എപ്പോഴും നിസ്കാരം നിസ്കാരം നിസ്കാരം. പിന്നെ ഞങ്ങളോട് ഒരു കാര്യം പറയട്ടോ, നിങ്ങൾ എൻ്റെ പേരിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരുപാട് നിർബന്ധിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പോകുന്നത് എൻ്റെ ഖബറിലേക്ക്, നിങ്ങൾ പോകുന്നത് നിങ്ങളെ ഖബറിലേക്കാണ്. ഒരിക്കലും ഓളെന്താ നിസ്കരിച്ചു നിങ്ങളോട് ചോദിക്കൂല. മോളെ അതിൻ്റെ മോനോട് ചോദിക്കുമല്ലോ, മക്കളെ അല്ലെങ്കിൽ ഭാര്യയെ എങ്ങനെ നടത്തിയെന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഓരോ അന്ധവിശ്വാസമായിട്ട് വരും. അതെ, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ജീവിക്കും, നിങ്ങൾ അവരിൽ ഇടപെടരുത് കേട്ടോ, അതെനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ കരുതി അങ്ങോട്ട് വന്നിട്ടുമില്ല. അവളുടെ ആ ഒരു വാക്കുകൾ ഉമ്മയുടെ നെഞ്ചിൽ വല്ലാതെ അങ്ങ് തറച്ചു കയറി. ഉമ്മ മീൻ മുറിക്കുവാൻ ഇരിക്കുമ്പോഴും ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അല്ലാ, എൻ്റെ കുട്ടി പാവം, എൻ്റെ പണിയാണ് വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചതൊക്കെ. എന്നോട് അപ്പോഴേ എൻ്റെ കുട്ടി പറഞ്ഞിരുന്നു, ഉമ്മ അപ്പോഴൊന്നും വേണ്ടുമ്മ വേണ്ടുമ്മ. പക്ഷേ എൻ്റെ കുട്ടി ഇങ്ങനത്തെ ഒരു കെണിയപ്പെടുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അല്ലാ നല്ല സ്വഭാവം കൊടുക്ക്. ഒരു പക്ഷേ അവൻ പോയ ദേഷ്യമായിരിക്കും, അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ഇതിലായിരിക്കും. സാരല്ല, ഓരോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ പൈസയൊക്കെ റെഡിയായിട്ട് കൊണ്ടുപോയിക്കോട്ടെ ഓളെ, എന്നെങ്കിലേ ഓൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവുള്ളൂ, ഉമ്മ മനസ്സിൽ കരുതുന്നു. ഉമ്മയുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഉമ്മ ലുഹാ നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ഒരുപാട് ദുആ ചെയ്തു. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് ഓളെ കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി നീ നൽകല്ല, നിൻ്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുപോയി കിട്ടിയാൽ ഒരു പക്ഷേ അവൻ്റെ കൂടെ ജീവിതം തുടങ്ങുമ്പോൾ അവളുടെ സ്വഭാവം നന്നാവുമായിരിക്കും. പഠിച്ചോനെ, നീ അതിലുള്ള സാമ്പത്തിക ശേഷി എൻ്റെ മകൻക്ക് നൽകല്ല. ഒരിക്കലും അവർ രണ്ടുപേരും വേർപെട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാൻ ഒരുപാട് സഹിച്ചതാണ്, ഭർത്താവില്ലാത്ത വേദന. എൻ്റെ മകൻക്ക് ആ ഒരു അവസ്ഥ വരരുതല്ല, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം അതാ ഉസ്താദ് ഫിലിപ്പീൻസ് പെണ്ണിനോട് എങ്ങനെ തൻ്റെ കാര്യങ്ങൾ പറയും എന്നുള്ള ടെൻഷനിലായിരുന്നു. ഉമ്മ പറഞ്ഞ ആ ഒരു വാക്ക് ആ സമയത്തും അതാ ഉസ്താദ് ഓർത്തു. മോനെ, എൻ്റെ കുട്ടി ആരുടെ മുമ്പിലും കൈ നീട്ടരുത് കേട്ടോ. അള്ളാഹുവിനോട് പറയാം, പടച്ച റബ്ബാണല്ലോ വലിയവന്, പടച്ച റബ്ബ് തരും. അള്ളാഹുവോട് കരഞ്ഞു പറഞ്ഞാൽ അത് അള്ളാഹ് കേൾക്കും. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ഇല്ല, മറ്റൊരാളുടെ ഒരു സൃഷ്ടിയോട് ചോദിക്കുന്നത് പടച്ച റബ്ബിന് ഇഷ്ടമില്ല. എന്തൊക്കെ തന്നെയല്ല, ആദ്യം അള്ളാഹുവിനോട് നമ്മൾ പറയാം, അള്ളാഹ് എനിക്കിങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്, എനിക്കിങ്ങനത്തെ പ്രയാസമുണ്ട്, പഠിച്ചോനെ നീ എൻ്റെ കാര്യം നിറവേറ്റി തരണേ അള്ളാഹ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പടച്ച റബ്ബിന് നല്ല ഇഷ്ടമായിരിക്കും. അങ്ങനെ വേണ്ടത്. ആദ്യം നമ്മൾ പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് പിന്നെ സൃഷ്ടികളോട് പറയാം. പക്ഷെ ആദ്യം അള്ളാഹുവിനോട് ചോദിക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു വഴി പടച്ച റബ്ബ് തുറന്നു തരും. അങ്ങനെയാണ് മോനെ. ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ ഫിലിപ്പൈൻസ് പെണ്ണിനോട് ഉസ്താദ് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പടച്ച റബ്ബിൽ എല്ലാം അർപ്പിച്ചു. പെട്ടെന്നാണ് അതാ വാതിലിൽ ഒരു മുട്ട് കേട്ടത്. ഉസ്താദ് ഒരു നിമിഷം നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേറ്റു. അല്ലാ, ആരാ? പ്രതീക്ഷയോടെ ഉസ്താദ് വാതിൽ തുറക്കുന്നു. ആ, ഇത് വരുന്നു. യാ ഷഫീഖ്, യാ ഷഫീഖ് എന്ന് പറഞ്ഞുള്ള ഒരാണിൻ്റെ ശബ്ദമാണ് കേട്ടതെന്ന് തോന്നിയപ്പോൾ തന്നെ ഉസ്താദ് അത് വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നപ്പോൾ അത് മറ്റാരുമായിരുന്നില്ല. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം.
അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്റ്റോറി കാണുന്ന ഒരുപാട് പ്രവാസികളായ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പടച്ച റബ്ബ് അവർക്ക് എല്ലാവർക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ ഇടയിൽ അറേബ്യ കാണാൻ കൊതിക്കുന്ന മുത്ത് ഹബീബിൻ്റെ തിരുപാദം സ്പർശിച്ച ആ ഒരു പുണ്യഭൂമി കാണാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മക്കയും മദീനയും കാണാൻ ആഗ്രഹമുള്ളവർ ഹബീബിൻ്റെ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് സലാം പറയുവാൻ ആഗ്രഹമുള്ളവർ, അള്ളാഹുവിൻ്റെ തിരുഭവനത്തിൽ പോയി കഅബയുടെ ആ കില്ലയൊന്ന് തൊടുവാൻ, അവിടെ പിടിച്ചെന്ന് കരയുവാൻ, മനസ്സിനുള്ളിലുള്ള എല്ലാം തുറന്ന് പറയുവാൻ ആഗ്രഹമുള്ള, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനം കാണാൻ കൊതിക്കുന്ന എത്രയോ ആളുകളുടെ നമ്മുടെ സ്റ്റോറി കാണുന്നതിൽ. അള്ളാഹുവേ, ഹജ്ജും ഉംറയും മദീനയിൽ സിയാറത്തും ചെയ്യുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതിൻ്റെ കൂട്ടത്തിൽ ഈ പാപിയെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.